ഈ ഹൈ സ്പീഡ് ട്രാക്കിൽ ഏകദേശം 50 ഡിഗ്രി ഗ്രേഡിയൻറ്റോളം വരുന്നുണ്ട്. അത് നാസ്കാർ ഓടിക്കുന്ന പോലെ ഉണ്ട്. ഹലോ ഫ്ലൈവിലേഴ്സ്, സേ ഹലോ ടു ദ ഓൾ ന്യൂ ഗോൾഫ് GTI. നമ്മളിപ്പോൾ ഇൻഡോറിലുള്ളത്. ഇൻഡോറിൽ നാട്രാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോമോട്ടീവ് ടെസ്റ്റിംഗ് ട്രാക്ക്. നാട്രാക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മളിവിടെ വന്നേക്കുന്നത് ദി ഓൾ ന്യൂ Volkswagen Golf GTI ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഗോൾഫ് GTI എന്താണെന്നും ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്നും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഓൾ ഓഫ് യുവർ ഓട്ടോമോട്ടീവ് എന്തോസിയസ്റ്റ് അല്ലെങ്കിലും തന്നെ ഗോൾഫ് എന്താണെന്ന് അറിയാം. അവരുടെ ദ ലേറ്റസ്റ്റ് 8.5 ജനറേഷന്, അതായത് മാർക്ക് 8.5 ജനറേഷനാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ലോഞ്ച് അയക്കുന്നത്. ഇപ്പോൾ മാർക്ക് 8ൻ്റെ ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ്, അതിൽ കുറച്ച് ഡിസൈൻ ട്വിക്സ് ഒക്കെ വന്നേക്കുന്നത്. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. ഈ ഒരു വാഹനത്തിന് കൂടുതൽ വിഷയം കിടക്കാം. വെൽക്കം ടു ഫ്ലൈ. 1974 ബീറ്റിൽ എന്നൊരു ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടൊരു മോഡലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഗോൾഫിന് ഫോക്സ്വാഗൻ്റെ ഗോൾഫ് അനൗൺസ് ആവുന്നത്, അതായത് ഗോൾഫ് MK1 Mark 1. അന്ന് തന്നെ അവിടുത്തെ എഞ്ചിനീയേഴ്സ് ഒരു ചെറിയൊരു സീക്രട്ട് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഒരു പെർഫോമൻസ് ഇൻഹെറിൻറ്റഡ്, കുറച്ചും കൂടി ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഒരു സ്പോർട്ടി ക്യാരക്ടറുള്ള ഒരു ഗോൾഫ് ഉണ്ടാക്കണം എന്നുള്ളത്. ആ സ്പോർട്ടി ക്യാരക്ടർ പക്ഷേ ഒരു ഗ്രാൻഡ് ടൂറിംഗ് വേർഷനായിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഗോൾഫ് GTI എന്നൊരു വേരിയൻറ്റ് ആദ്യം മനസ്സിൽ വരുന്നത്. ഇതൊരു സ്പോർട്ടി ഗോൾഫ് എന്ന രീതിയിലായിരുന്നു അവർ ആദ്യം പറഞ്ഞു വെച്ചിരുന്നത്. അതിനുശേഷം 1976 ഗോൾഫിൻ്റെ GTI Mark 1 എന്ന വേരിയൻറ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത്. അന്ന് അവർ ആലോചിച്ചിരുന്നത് ഏകദേശം ഒരു 5000 മോഡലാണ് പ്രൊഡക്ഷന് തീരുമാനിച്ചിരുന്നത്. അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ദേ ഡിഡ് നോട്ട് നോ ഇത് എത്രമാത്രം ഒരു കൾട്ട് വെഹിക്കിളായി മാറുന്നുള്ളത്. ഈ Mark 1ൻ്റെ പ്രൊഡക്ഷൻ എൻഡ് ചെയ്യുമ്പോൾ ഏകദേശം 4.5 ലക്ഷം മോഡൽസ് ആയിരുന്നു ആ ഗോൾഫ് GTI എന്ന വേരിയൻറ്റിന് മാത്രം വിറ്റുപോയത്. ഗോൾഫ് വേറെ തന്നെ നമ്പറാണ്, ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. പക്ഷേ ഈ GTI 4.5 ലക്ഷം മോഡൽസാണ് പോയത്. അതിനുശേഷം Mark 2 GTI വന്നു, Mark 3, Mark 4, Mark 5, Mark 6 എല്ലാം തന്നെ സൂപ്പർ ഹിറ്റ് മോഡൽസാണ്. ഗോൾഫിൻ്റെ ഫോക്സ്വാഗൻ്റെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ തന്നെ പറയാം ഗോൾഫ്. അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്പോർട്ടി വേർഷൻ, ഒരു കൾട്ട് ഫോളോയിങ് ആണ് GTI വേരിയൻസിന് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇത് Mark 8.5 വേരിയൻ്റാണിത്. Mark 8 എന്ന വേരിയൻ്റാണ് ഇപ്പോൾ നമ്മുടെ 2020 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊരു ചെറിയ ഫേസ് ലിഫ്റ്റഡ് വേരിയൻ്റാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അതിന് നമുക്ക് ഡിസൈൻ ക്യാരക്ടേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. Mark 8ൻ്റെ ഡൈമെൻഷൻസിൽ വ്യത്യാസം വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കുറച്ച് ഫേസ് ലിഫ്റ്റഡ് ചേഞ്ചസ് ആണ് വന്നേക്കുന്നത്. മെയിനായിട്ട് ഇപ്പോൾ ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സിംഗിൾ LED ആണ് വന്നേക്കുന്നത്. ഫോക്സ്വാഗൻ്റെ ഇൻ്റലിജൻറ്റ് ലൈറ്റ് എന്നാണ് പേര് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം IQ ലൈറ്റ് എന്നുണ്ട്, ഇൻ്റലിജൻറ്റ് LED ലൈറ്റ്സ് ആണ് വന്നേക്കുന്നത്. അത് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കണ്ടിന്യൂസ് DRL. അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ ഉണ്ടാവുന്നു, ഒരു സിംഗിൾ ലൈൻ. പിന്നെ നമുക്കിവിടെ GTI എന്നൊരു ബാഡ്ജ് കാണാൻ പറ്റും, ഗ്രില്ല് വന്നേക്കുന്നു. ഈ റെഡ് ലൈനാണ് ഈ GTI വേരിയൻസിൻ്റെ Mark 1 തൊട്ടേ ഉള്ളൊരു ട്രേഡ് മാർക്ക് ലൈൻ. അത് Mark 1 ബോക്സ് പോലെയായിരുന്നു. പിന്നെ അതിന് കുറച്ച് വേരിയേഷനൊക്കെ വന്ന് ഇപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് റെഡ് ലൈനായിട്ടുണ്ട്. റെഡ് തന്നെയാണ് GTIയുടെ ഒരു കളർ തീം തന്നെ പറയാം. ഇവിടെ വന്നേക്കുന്ന ഒരു മെയിൻ വ്യത്യാസം അല്ലെങ്കിൽ ഒരു പുതിയൊരു ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ ഫോക്സ്വാഗൻ കൊണ്ടുവന്നേക്കുന്ന ഗോൾഫിനോട് കൂടി ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള ലോഗോ ആണ്. ഇതെന്തായാലും ഐ ഫീൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ്മെൻ്റ് തന്നെയായി മാറാൻ സാധ്യതയുണ്ട്. ഫോക്സ്വാഗൻ എല്ലാ വാഹനങ്ങൾക്കും എന്തായാലും അത് വരും. പക്ഷേ ഗോൾഫിൽ അത് വന്നിട്ടുണ്ട് ആസ് സ്റ്റോക്ക്. താഴെ നോക്കിക്കഴിഞ്ഞാൽ ഹണികോം പാറ്റേൺ കാണാം ഗ്രില്ലിലൊക്കെ. ഇന്ന് രാവിലത്തെ ഹൈ സ്പീഡ് റണ്ണ് കഴിഞ്ഞിട്ട് ഫുൾ പ്രാണികളാണ് ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് ഫുള്ള്. അപ്പോൾ അതാണ് അവരെ കൊണ്ട് തുടച്ചിട്ടും പോയിട്ടൊന്നുമില്ല. ഇതിനൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു എലിമെൻറ്റ് വന്നേക്കുന്നത് ഫോഗ് ലാംപ്സിനാണ്. ഇതൊരു 5 പോയിൻറ്റ് ഡിസൈൻ കാണാം. 5 ഒരു X ഷേപ്പാണ് വന്നേക്കുന്നത്. ഈ ഫോഗ് ലാംപ്സ് തന്നെയാണ് ഒരു കോർണർ ലൈൻസും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഡിസൈൻ. ഡെഫിനറ്റ്ലി ഗുഡ് ലുക്കിംഗ് ഒന്നും പറയാനില്ല. ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ ഒരു റാഡിക്കൽ ആയിട്ടുള്ള ഒരു ലുക്കായിട്ടുണ്ട്. താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കിഡ് പ്ലേറ്റ്സും കാണാൻ പറ്റും. പിന്നെ ഉള്ളിൽ റേഡിയേറ്റർ വന്നിരിക്കുന്ന വലിയൊരു ഓപ്പണിംഗ് ആണ്. ബോണറ്റും അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. ഇവിടെ 2 ലൈൻസ് കാണാൻ പറ്റും. ഇതിൻ്റെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്ന ലൈൻസ് ആണ്. ലുക്സ് വെരി നൈസ്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 18 ഇഞ്ച് അലോയ്സ് ആണ് വന്നിരിക്കുന്നത്.
കുറേ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട് അലോയ്സിന്. ഫോക്സ് വാഗൺ ഇന്ത്യയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്ന ഈ ഒരു വീലാണ്. ബട്ട് ഐ ഫീൽ ഇതിനൊരു വേറൊരു വട്ടം പോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. അതിന് മോൺസ എന്നങ്ങാണ്ട് അതിൻ്റെ പേര്. ആ വീലായിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. ദാറ്റ് ഇസ് മൈ ഫേവറേറ്റ് വീൽ. അത് മാർക്ക് 5 വേരിയൻറ്റിലെങ്ങാണ്ടായിരുന്നു അത് ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. ദേ കുഡ് ഹാവ് ബോട്ട് ദാറ്റ് വീൽ. ഇറ്റ് ലുക്സ് എക്സ്ട്രീംലി നൈസ് ആണ്. GTIയുടെ ഒരു പ്രോപ്പർ ഡെഫിനേഷൻ തന്നെ പറയാൻ പറ്റും. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് GTI എന്നൊരു ബാഡ്ജ് ഇവിടെ A പില്ലറിന് താഴെയായിട്ട് കാണാൻ പറ്റും. റെഡിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തേക്കുന്നു. താഴെ സ്കേർട്സ് വന്നിട്ടുണ്ട്. ഭയങ്കര ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ഇറ്റ്സ് എ സ്പോർട്ടി വെഹിക്കിൾ. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. പിന്നെ നമുക്ക് മിറേഴ്സിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തേക്കുന്ന ലൈറ്റ്സ് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ആകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഫ് ഒരു ബേസിക് ഒന്നും കാണുന്നില്ല. ആ GTI എന്നൊരു ബാഡ്ജ് മാത്രമാണ് ഇതിൻ്റെ ഒരു സ്പോർട്ടി കാറ്റഗറി ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും LED ലൈറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വീണ്ടും IQ ലൈറ്റ് എന്നായിട്ട് കാണാം. ഫോക്സ് വാഗണിൻ്റെ നെയിമിംഗ് ആണ് അതൊക്കെ. ഇവിടെ ഒരു സ്പോയിലർ വന്നിട്ടുണ്ട്. സ്പോയിലറിൻ്റെ അകത്ത് ലൈറ്റ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തേക്കുന്നു. ഇറ്റ്സ് വെരി നീറ്റ്. അധികം പ്രൊട്യൂട്ട് ചെയ്യാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ലിപ്പുള്ളൊരു സ്പോയിലറാണ്. സോ ഡൈനാമിക്സ് ഒക്കെ എയറോഡൈനാമിക്സ് നല്ല വൃത്തിക്കുണ്ട്. മേലെ ഒരു ഷാർക്കിന് ആൻറ്റിന കാണാൻ പറ്റും. ഒരു വൈപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് പുറത്തുനിന്ന് ഡയറക്റ്റ് CBU ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നേക്ക് കാണാം. ഫോക്സ് വാഗണിൻ്റെ ലോഗോ ഇവിടെയുണ്ട്. താഴെ ഒരു GTI എന്നൊരു ബാഡ്ജ് മാത്രമേ ഉള്ളൂ. വേറെ ഗോൾഫെന്നോ വേറെ ഒന്നുമില്ല. ഇറ്റ്സ് എ GTI, നത്തിങ്. വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. താഴെ വന്നേക്കാൻ നമുക്ക് 2 ക്രോം എക്സോസ്റ്റ് ടിപ്സ് കാണാൻ പറ്റും. ഇത് ഫേക്ക് എക്സോസ്റ്റ് ടിപ്സ് അല്ല, റിയൽ എക്സോസ്റ്റ് ടിപ്സ് ആണ്. ഇത് നമുക്ക് ഇതിന് 2 മോഡലും കൂടെ ശരിക്കും പുറത്ത് വരുന്നുണ്ട്. ക്ലബ് സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടും R എന്ന് പറഞ്ഞിട്ടും. ഈ ക്ലബ് സ്പോർട്ട് ആകുമ്പോൾ നമുക്കിവിടെ ഡിഫ്യൂസർ എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഡിഫ്യൂസർ എലിമെൻറ്റ്സ് ഇല്ല. ഇവിടെ ഒരു ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒരു empty ആയിട്ടുള്ള പീസ് തന്നെയാണ്. ആ ഡിഫ്യൂസർ എലിമെൻ്റ് ഉള്ള ക്ലബ് സ്പോർട്ടിൻ്റെ ആ സാധനം നല്ല വിച്ച് ലുക്സ് വെരി നൈസ്. പിന്നെ ഉള്ളത് R ആണ്, ഗോൾഫ് R എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് എൻ എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ബീസ്റ്റ്. അതിന് ഡിസൈൻ എലിമെൻറ്റ്സ് നമുക്ക് പുറത്ത് കണ്ടില്ലെങ്കിലും എല്ലാം ഇൻറ്റേർണലാണ് ആൻഡ് സംതിങ് എൽസ്. സോ ഇതൊക്കെയായിരുന്നു ബേസിക് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കിനി അകത്ത് കയറി നോക്കാം. ഈ ഹൈ സ്പീഡ് ട്രാക്കിൽ ഏകദേശം 50 ഡിഗ്രി ഗ്രേഡിയൻറ്റോളം വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് അത്രയും സ്റ്റീപ്പാണ്. ആ സ്റ്റീപ്നെസ് കൂടുന്നതനുസരിച്ചാണ് നമുക്ക് സ്പീഡ് കയറാൻ പറ്റുന്നത്. ഈ സ്പീഡ് നമുക്ക് അപ്പോൾ ഈ ബാങ്കിങ് ഉള്ളത് കൊണ്ട് കൂടുതൽ നമുക്ക് സ്റ്റിയറിംഗ് വളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഇങ്ങനെ പോകുന്നതുകൊണ്ട് അപ്പോൾ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ നേരെ തന്നെ അങ്ങോട്ട് പുഷായി പോകും, കൂടുതൽ ബെൻറ്റിംഗ് ഒന്നും കൊടുക്കാണ്ട്. അതുകൊണ്ടാണ് ഈ ഹൈ സ്പീഡ് ട്രാക്കിന് ഇങ്ങനത്തെ ഒരു കർവേച്ചർ കൊടുക്കാൻ കാരണം. അത്യാവശ്യം നല്ല സ്റ്റീപ്പാണിത്. പിന്നെ നമുക്കിപ്പോൾ ഇന്ന് 250യുടെ മേളിൽ നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇച്ചിരി താഴോട്ടാണ് നമ്മളിരിക്കുന്നത്. കാരണം ഒരു ലോവേഡ് വെഹിക്കിളാണ്, കുറച്ച് താഴേക്കാണ് ഇരിക്കുന്നത്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇറ്റ്സ് എ നൈസ് പ്ലേസ്. നല്ല രസമുള്ളൊരു കോക്പിറ്റാണിത്. ബ്ലാക്ക് ആണ്. ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. പിന്നെ റെഡ് എലിമെൻറ്റ്സ് നമുക്ക് അവിടെ ഇവിടെയും കാണാൻ പറ്റും. ഇവിടെ പ്രത്യേകിച്ച് സ്റ്റിയറിംഗിലായിട്ടുള്ള ഒരു GTI ബാഡ്ജോടുള്ള റെഡ് എലിമെൻറ്റ്. ഓൾ വെരി നൈസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഗോൾഫിലുള്ള പോലെ തന്നെയാണ് എക്യുപ്മെൻറ്റ് ലിസ്റ്റ് വന്നേക്കുന്നത്. സെയിം നമുക്കിവിടെ കൺട്രോൾസ്, വിൻഡോസുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ വന്നേക്കുന്ന ഡോർ ഹാൻഡിൽസ്, ബട്ടൺസ് ഒക്കെ നമുക്ക് ഫോക്സ് വാഗൺ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് എലിമെൻറ്റ്സ് നമുക്ക് എല്ലായിടത്തും കാണാം. ഒരു മെയിൻ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഒരു സങ്കടം ഉള്ളത്, ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ മാത്രമേ ഇപ്രാവശ്യത്തെ GTI വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ചെറിയ കുന്തം മാത്രമേ ഇവിടെ ഉള്ളൂ. ജസ്റ്റ് ഹ്യൂജ്ലി ഡിസപ്പോയിൻറ്റിങ്. കാരണം ഗോൾഫിൻ്റെ ആ ഒരു ട്രേഡ് മാർക്ക് എലിമെൻ്റ് ആയിരുന്നു മാനുവൽ ഷിഫ്റ്ററിലുള്ള മേളിലുള്ളൊരു ഗോൾഫിൻ്റെ ബോള്. ദാറ്റ്സ് നോട്ട് ദെയർ എനി മോർ. അത് അടുത്ത പ്രാവശ്യമെങ്കിലും അവർ കൊണ്ടുവരുമായിരിക്കും. കൊണ്ടുവന്നാൽ മതിയായിരുന്നു. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിന് ബട്ടൺ ഇവിടെ കാണാം. അത് ഇങ്ങനെ മിന്നിക്കളിക്കും. അതിങ്ങനെ ഒരു ഹാർട്ട് ബീറ്റ് പോലെ ഇങ്ങനെ പൾസ് ചെയ്യുന്ന ഇങ്ങനെ കാണാൻ പറ്റും. എൻജിൻ സ്റ്റാർട്ട്. അതിൻ്റെ നേരെ താഴെ തന്നെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ അല്ലെങ്കിൽ പാർക്കിൻ്റെ ബട്ടണാണ്. അതിൻ്റെ താഴെയാണ് ഈ നോബ് വന്നിരിക്കുന്നത്. റിവേഴ്സ്, ന്യൂട്രൽ അല്ലെങ്കിൽ ഡ്രൈവ് സ്പോട്ടിലേക്കുള്ള ബട്ടൺസ്. ഇവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ബാക്കിലുണ്ട്. പിന്നെ ഓട്ടോ ഹോൾഡ് ഒരു സ്വിച്ച് കാണാം. സൈഡിലൊരു ചെറിയ സ്പേസ് നമുക്ക് സാധനങ്ങൾ നിക്നാക്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതിന് ഫ്രണ്ടിലായിട്ടാണ് ഒരു സ്പേസ് വന്നേക്കുന്നത്. നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഫോക്സ് വാഗണിലുള്ള പോലെ ആ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ പൊക്കി കഴിഞ്ഞാലാണ് താഴത്ത് ഒരു ചാർജിങ് പാഡ് ഉള്ളത്. ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ ഫോൺ വെക്കുകയും ചെയ്യാം. നമുക്ക് വേറെ കുറേ സാധനങ്ങൾ അതിൻ്റെ മുകളിലും വെക്കാം. ഇറ്റ്സ് നൈസ്. അതുകൂടാണ്ട് നമുക്ക് ഒരു നടുക്ക് ഒരു വിടവുള്ളത് കൊണ്ട് ഫോണിങ്ങനെ വെച്ചിട്ട് നമുക്ക് ചാർജിങ് അത് ഉപയോഗിക്കാൻ പറ്റും. മേളിൽ 2 USB പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മേളിൽ നമുക്ക് AC വെൻസ് കാണാം. അത് വളരെ നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തൊട്ട് ഇവിടം വരെ എൻഡ് ചെയ്യുന്ന ഒരു ക്രോം ഒരു സ്ട്രിപ്പാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലായിടത്തും ഒരു AC വെൻറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. വെരി നൈസ്, ലുക്സ് വെരി ഗുഡ്. അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ചെറിയ
ഒരു ബട്ടൺസ് ഉള്ള ഒരു പീസ് കാണാൻ പറ്റും. അവിടെയാണ് ഫിസിക്കൽ ബട്ടൺസ് നമുക്ക് ആകപ്പാടെ ഈ ഒരു ഭാഗത്തുള്ളത്. അത് അസിസ്റ്റിനുള്ള ബട്ടൺസ്, അതായത് നമുക്ക് ഡ്രൈവ് അസിസ്റ്റ് നമുക്ക് ആ ഫീച്ചേഴ്സ് ഡയറക്റ്റ് കയറാനായിട്ടൊരു ബട്ടൺ ഇവിടെ ഉണ്ട്. പിന്നെ ക്ലൈമറ്റ് കൺട്രോളിനുള്ള ഫുൾ അതിനുള്ള ബട്ടൺ ഇവിടെയും കാണാം. പിന്നെ മെനുവിനുള്ള ബട്ടണും പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഡ്രൈവിംഗ് മോഡ്സിനുള്ള ബട്ടണും, പിന്നെ നടുക്കായിട്ട് ഹസാർഡിൻ്റെ സ്വിച്ചും കാണാം. അതിൻ്റെ മേളിലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള 12.9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വന്നിരിക്കുന്നത്, വിച്ച് ഇസ് ഗ്രേറ്റ്. എനിക്ക് ഫീൽ ചെയ്യുന്നു ഇറ്റ് വാസ് മച്ച് റിക്വയർഡ്. വളരെ ക്രിസ്പായിട്ടുണ്ട്, വളരെ നീറ്റായിട്ടുണ്ട്, വെരി റെസ്പോൺസീവ്. എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കളേഴ്സൊക്കെ നല്ല പോപ്പായിട്ട്, നല്ല വെരി ബ്രൈറ്റ് സ്ക്രീൻ. ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു വെയിലത്തും നമുക്ക് വളരെ നീറ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് ടച്ച് കൺട്രോൾസ് കാണാം, മെയിനായിട്ട് വോളിയത്തിൻ്റെ, ഏറ്റത് പവർ ബട്ടൻ്റെ. പിന്നെ ഇതിപ്പോൾ 3 സോൺ AC ആണ്, 1, 2 and 3. അപ്പോൾ 2 സൈഡിലേക്കുള്ള സോൺ നമുക്ക് AC കൺട്രോൾസ് കൂടെ കാണാൻ പറ്റും. അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നാൽ 10.25 ക്ലസ്റ്ററാണ് വന്നേക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല റീഡബിൾ ആയിട്ടുള്ള നീറ്റായിട്ടുള്ള ടച്ച് സ്ക്രീനാണ് വന്നേക്കുന്നത്. ഇവിടെയും നമുക്ക് ആ ഒരു ഹണികോം പാറ്റേൺ ഇവിടെയും കാണാം, GTA എന്നുള്ള ലോഗോ ഉണ്ട്, വെരി നൈസ്. പിന്നെ നമുക്ക് അത്യാവശ്യം റീഡബിൾ ആയിട്ടുള്ളതാണ് എല്ലാം വന്നേക്കുന്നത്. ഇച്ചിരി ചെറുതായിട്ടുണ്ട്, പക്ഷേ ഐ ഫീൽ നമുക്ക് അധികം കോൺസെൻട്രേഷൻ പോകാണ്ട് നമുക്കെല്ലാം നടുക്കന്നെ കാണാൻ പറ്റും. ഇറ്റ്സ് വെരി നൈസ്. ഇതിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വന്നിട്ടില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മിസ്സിംഗ് ആണ്. പിന്നെ അതിന് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വാഹനങ്ങൾ കാണുന്ന നോബോ സ്വിച്ചോ ഒന്നല്ല ഹെഡ്ലൈറ്റിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു പീസ് തന്നെയാണ്. അതിൽ നമുക്ക് ഓട്ടോ മോഡിലാക്കി വെക്കാം, ഫ്രണ്ട് ആൻഡ് റെയർ ഫോഗ് ലൈറ്റ്സിൻ്റെ, പിന്നെ ഫ്രണ്ടിലേക്ക് പോകുന്ന AC മാക്സിൻ്റെയും റെയറിലേക്ക് പോകുന്ന ഡിഫോഗറിൻ്റെ ഒക്കെ അതിനൊക്കെ സ്വിച്ച് ഇവിടെ നമുക്ക് ഡയറക്റ്റ് കാണാം. ഇറ്റ്സ് എ നൈസ് തിങ്. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇറ്റ്സ് ഗ്രേറ്റ്. പിന്നെ നമുക്ക് ഈ ഇൻഫോർടൈൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഐഡ എന്നാണ് ഇവരുടെ അസിസ്റ്റൻ്റിൻ്റെ പേര്, അത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഒരു ഡിഫറെൻറ്റ് ബോക്സസ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പുതിയ ഈ സാധനം വന്നേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ടിഗ്വാനിനകത്ത് ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര യൂസബിൾ ആയിട്ടുണ്ട്. അത് കൂടാണ്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി ആംബിയൻ ലൈറ്റിംഗ് നമുക്ക് സെറ്റ് ആയ രീതിയിലാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു കാർബൺ ഫൈബർ എലിമെൻറ്റ് കാണാൻ പറ്റും. ഇറ്റ്സ് നോട്ട് കാർബൺ ഫൈബർ ഫിനിഷ് ആയിട്ടുള്ള. താഴെ ഗ്ലൗ ബോക്സ് ഉണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ്. അതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക്സ് ഇവിടെയും കാണാം. ഒരു റബ്ബറൈസ്ഡ് ആണ്, പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ. അതുകൊണ്ട് കൈ വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് ഇവിടെയും ഇവിടുത്തെ പ്ലാസ്റ്റിക് ഇച്ചിരി ഹാർഡായിപ്പോയി, അതൊരു സുഖമില്ല. പിന്നെ ഇവിടെ നമുക്ക് കാർബൺ ഫൈബർ ഫിനിഷ് കാണാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നത് ഇതിൻ്റെ സീറ്റ്സ് ആണ്. Mark 1 തൊട്ടേ ഇവരുടെ ഒരു ഡിസൈൻ എലിമെൻറ്റിൽ വന്നേക്കുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചറായിരുന്നു ഇവരുടെ ടാർട്ടൻ സീറ്റ്സ്. അതിന് കാരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് അവരുടെ ഡിസൈൻ ടീമിലുണ്ടായിരുന്ന ഒരു ഹെഡ് ഒരു ലേഡി ആയിരുന്നു. അങ്ങനെയാണ് ആ റെഡ് ലൈറ്റ് വന്നേക്കുന്നത്, ഫ്രണ്ടിൽ ബോക്സ് വന്നേക്കുന്നത്. അങ്ങനത്തെ കുറച്ച് ഒരു ഡീപ്പ് ഡിസൈൻ അങ്ങനെയൊക്കെ വന്നേക്കുന്നത്. ഇങ്ങനത്തെ കുറച്ച് കൾട്ട് ഫോളോയിങ് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു വന്നത്. ആ പുള്ളിക്കാരിയായിരുന്നു ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആ ടാർട്ടൻ സീറ്റ്സ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള സീറ്റ്സ് ആണ്. ഹൈ ഹെഡ് റെസ്റ്റോടെ കാണാൻ പറ്റും. ഇവിടെ GTA എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ഇറ്റ്സ് ലുക്സ് വെരി ഗുഡ്. ലെതർ അല്ലാത്തതിൻ്റെ വെരി നൈസ്, ഒരു ഹൈ ക്വാളിറ്റി ഫാബ്രിക്കാണ് വന്നേക്കുന്നത്. ഐ ലവ് ഇറ്റ്. എനിക്കത് വീണ്ടും ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് നടുക്കന്നെ ഇവിടെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഇവിടെ കപ്പ് ഹോൾഡറിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫീച്ചർ വന്നേക്കുന്നു. നമുക്കിവിടെ വേറൊരു ചെറിയ കപ്പ് ഹോൾഡർ ഉണ്ട്. 12 വോൾട്ടിൻ്റെ സോക്കറ്റ് ഇവിടെയാണ് വന്നേക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ചെറുതായിട്ടുള്ളൊരു ബോക്സാണ്. നമുക്ക് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നും പറയാനില്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു ഹാൻഡ് റെസ്റ്റും വന്നിട്ടുണ്ട്. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓപ്പണബിൾ സൺറൂഫ് വന്നേക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള സൺറൂഫാണ്. മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ പീസാണ്. പക്ഷേ ഇത് പാനറാമിക് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പീസ് നമുക്ക് ഓപ്പൺ ചെയ്തിരിക്കും. അത്യാവശ്യം വലുതായിട്ടുള്ള സൺറൂഫാണ്. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ ടാർട്ടൻ സീറ്റ്സ് നമുക്ക് അവിടെയും കാണാൻ പറ്റും. അത്യാവശ്യം ഞാൻ ഇരുന്നിട്ടുള്ള ഞാൻ ബാക്കിൽ നിന്ന് കാണിച്ചു തരാം. ഇനി ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ആണ് അടുത്ത് പറയാനുള്ളത്. സ്റ്റിയറിംഗ് നമുക്കിപ്പോൾ Volkswagenലുള്ള സെയിം ഒരു സ്റ്റിയറിംഗ് നമുക്കിവിടെ കാണാൻ പറ്റും. ലോഗോ നടുക്ക് വന്നേക്കുന്നു. ബട്ടൺസ് ഇതിന് മുന്നത്തുണ്ടായിരുന്ന ജനറേഷനിൽ ബട്ടൺസ് ഇച്ചിരി ടച്ച് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ബാഡ്. കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇത് വീണ്ടും ഇപ്പോൾ ഇൻഡിവിജ്വൽ ബട്ടൺസ് ആയിട്ടുണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റ്. GTA എന്നുള്ള ബാഡ്ജ് വന്നിരിക്കുന്നു, റെഡ് എലിമെൻറ്റ് വന്നിരിക്കുന്നു. താഴെ സ്ക്വയർഡ് ഓഫ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. വെരി റെസ്പോൺസീവ്. ഈ സ്റ്റിയറിംഗിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇപ്പോൾ പ്രോഗ്രസീവ് സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൈ സ്പീഡിൽ പോകുമ്പോൾ ചെറിയ വേരിയേഷൻ മതി നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്. നമുക്ക് അത്രയും ഇത് കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ ലോക്ക് ഈ സ്റ്റിയറിങ്ങിൻ്റെ കൂടുന്നതനുസരിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് കൂടും. അതായത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്ക് ടു ലോക്ക് ഈ സ്റ്റിയറിംഗ് കംപ്ലീറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലോക്കിന്ന് ആകെപ്പാടെ 2 റൊട്ടേഷൻ മതി. അതായത് നമ്മൾ ഫുൾ ഇങ്ങോട്ട് പിടിച്ചിട്ട് 2 റൊട്ടേഷൻ കൊണ്ട് ഇപ്പുറത്തെത്തി. അപ്പോൾ നമ്മൾ ഫുൾ ടേണിൽ വൺസ് തിരിക്കുമ്പോൾ തന്നെ നമ്മൾ സെൻറ്ററായി.
ദാറ്റ് കംസ് ടു പ്ലേ എ ലോട്ട് ഇൻ ടൈറ്റ് സിറ്റുവേഷൻസ്. നമ്മൾ ട്രാക്കിലില്ല, നമ്മൾ ടൈറ്റ് സിറ്റുവേഷനിലൊക്കെ പിന്നെ ഒരു ഡ്രിഫ്റ്റിംഗ് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളാണ് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകാൻ പോകുന്നത്. ഇതൊക്കെ സ്പോർട്ടി ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്ന സ്മോൾ തിങ്സ്, ബട്ട് ഇറ്റ് ഹെൽപ്സ് ലോട്ട്. ഇത് പ്രത്യേകിച്ച് എനിക്കിവിടെ യൂസ് വന്നു. ഇപ്പോൾ ഈ ട്രാക്കിൻ്റെ അകത്ത് ചെറിയ കഷ്ണമാണ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ അറ്റത്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ വളച്ച് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കിടക്കിട്ട് തിരിച്ചു വരുന്നു, പിന്നെ ഇപ്പുറത്തെത്തി അങ്ങനെ തന്നെ വളച്ച് പോകുന്നു. ഗ്രേറ്റ്. പിന്നെ ടേണിംഗ് റേഡിയസ് അത്യാവശ്യം നല്ലതാണ്. 5.3 മീറ്റേഴ്സാണ് ടേണിംഗ് റേഡിയസ് നിൽക്കുന്നത്. സോ ദാറ്റ് വാസ് വെരി ഗുഡ്. ഇവിടെ നമുക്ക് പിന്നെ ലൈറ്റ്സൊക്കെ കാണാൻ പറ്റും. ലൈറ്റൊക്കെ ടച്ചാണ്. ഇവിടെ നമുക്ക് സൺറൂഫിൻ്റെ കൺട്രോൾ കാണാം. ഇവിടെ സർവീസിൻ്റെയും പിന്നെ ലൈറ്റ്സിൻ്റെ കൂടെ ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. ഐ എന്ന് പറഞ്ഞാൽ ഇവരുടെ കോൾസ് പോകാനുള്ള ഒരു ബട്ടണും കാണാം. സോ ഇതായിരുന്നു ഫ്രണ്ട് എന്നുള്ള കോക്ക്പിറ്റ്. ഇപ്പോൾ ഈ ഇൻഫോർടൈൻമെൻറ്റ് വന്നേക്കുന്നത് 7 സ്പീക്കറായിട്ടുള്ള ഓഡിയോ സിസ്റ്റമാണ് വന്നേക്കുന്നത്. അത്യാവശ്യം പഞ്ചിയാണെന്ന് തോന്നുന്നു, കാരണം എനിക്ക് അത്രയും കൂട്ടാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ 7 എയർ ബാഗ്സ് ആണ് വന്നേക്കുന്നത്. സോ നമുക്കിനി ബാക്കിലും കൂടി ഇരുന്ന് നോക്കാം. സോറി ബാക്കിൽ കുറച്ച് ടൈറ്റാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കംഫർട്ടിനാണ് ഈ സീറ്റ് വെച്ചേക്കുന്നത്. അത്യാവശ്യം ടൈറ്റാണ്. ഇവിടെ 2 പോക്കറ്റ് നമുക്ക് ഹോൾഡേഴ്സ് കാണാൻ പറ്റും. ഫോൺ വെക്കാനുള്ള ഹോൾഡേഴ്സാണ് മെയിനായിട്ട്. ഇവിടെ താഴെ ഒരു വേറെ ഹോൾഡറും കാണാം. ഗ്രേറ്റ്. നമുക്ക് 2 സാധനങ്ങളൊക്കെ വെക്കാം. അത്യാവശ്യം സ്റ്റോർ ചെയ്യാൻ പറ്റും. പിള്ളേർക്കാണ് കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുള്ളൂ. ലോങ് ഡിസ്റ്റൻസ് എന്തായാലും വലിയ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ 2 കപ്പ് ഹോൾഡറും നടുക്കൊരു ചെറിയ പീസും കാണാം. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്. വൈഡ് ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റാണ്. 2 പേർക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റും, വിച്ച് ഇസ് ഗ്രേറ്റ്. ഹെഡ് സ്പേസ് ഇത്രയുണ്ട്. ഷോൾഡറും നമുക്ക് ഇത്രയുണ്ട്. തൈ സപ്പോർട്ട് കുഴപ്പമില്ല, എന്നാലും കുറവാണ്. പിന്നെ ഇത്രയാണ് മാക്സിമം സ്പേസ് വന്നേക്കുന്നത് ബാക്കിൽ. ഇവിടെയും ടാർട്ടൻ സീറ്റ്സ് വന്നേക്കുന്നു, വിച്ച് ഇസ് ഗ്രേറ്റ്. സ്പീക്കർ നമുക്ക് ഇവിടെയും കാണാം. ലൈറ്റ്സ് ഇവിടെയും ടച്ച് വന്നേക്കുന്നു. താഴെ 2 USB-C പോർട്സ് കാണാൻ പറ്റും. ഇവിടെ AC-യുടെ കൺട്രോൾസും നമുക്ക് ബാക്കിൽ ഇവിടെ കാണാൻ പറ്റും. 2 വെൻസ് വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ബാക്ക്. ഇതാണ് ഗോൾഫിൻ്റെ GTIയുടെ ഒരു ഹൃദയം തന്നെ പറയാനുള്ളത്. ഇതിപ്പോൾ 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതിൽ നിന്നാണ് 261 ഹോഴ്സ് പവറും 370 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്ക് ജനറേറ്റ് ആവുന്നത്. ഇറ്റ് ഈസ് വെരി വെരി പവർഫുൾ. ടർബോ ചാർജ് എഞ്ചിനാണ് വരുന്നത്. നമുക്കിവിടെ ഒരു എയർ ഇൻടേക്ക് കാണാൻ പറ്റും. ഹ്യൂജ് എയർ ഇൻടേക്ക് ആണ്. ഒരുപാട് എയർ വലിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പവർ ജനറേറ്റ് ആവുന്നുണ്ട്. ഇറ്റ്സ് ഭയങ്കര ഹീറ്റായിട്ടപ്പോൾ ഇരിക്കുന്നത്. ഇത്ര നേരത്തെ എൻ്റെ കഠിനമായ ഉപദ്രവം കാരണം വണ്ടി നല്ല ചൂടായിട്ടുണ്ട്. അതൊക്കെ ഒരു കണക്കിനാണ്. ഇപ്പോൾ തൊടാൻ തന്നെ പറ്റുന്നില്ല. പക്ഷേ ഇവരിങ്ങനത്തെ കുറച്ച് ചെറിയ സാധനം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ സാധനം നല്ല ചൂടാവുമെന്നറിയാം. ഇത് ചൂടായാൽ തന്നെ ഇത് ഹീറ്റായിട്ടാണ് എഞ്ചിൻ നമുക്ക് നിന്ന് പോകാതെ ഇവർക്ക് അറിയാം. സോ അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ സാധനം കൊടുത്തേക്കുന്നു, അപ്പോൾ കൈ പൊള്ളാതിരിക്കാൻ. പിന്നെ ഇവിടെ ചെറിയൊരു സാധനം കൊടുത്തേക്കുന്നു, കൈ പൊള്ളാതിരിക്കാൻ. സ്മാർട്ട് തിങ്സ്. അതുപോലെ തന്നെ ഇത് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ്. ഇത്രമാത്രം പവർ ജനറേറ്റ് ചെയ്യുന്ന വെഹിക്കിൾ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിളും കൂടിയാണ്. എന്നിട്ടും എങ്ങനെ ഇത്രയും ഹാൻഡിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു? അവിടെയാണ് ഇവരുടെ ഒരു സ്മാർട്ട് സിസ്റ്റം ആയിട്ടുള്ള XDS എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് സിസ്റ്റം ആണ് ഈ പറയുന്നത്. ആ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ടയേഴ്സിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത്. അതൊരു ലിമിറ്റഡ് സ്ട്രിപ്പ് ഡിഫറൻഷ്യലായിട്ട് വർക്ക് ചെയ്യുന്നു. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് കോർണറിൽ ഫുൾ സ്പീഡിൽ വരുമ്പോൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇൻസൈഡ് വീല് പുറത്തെ വീലിനെക്കാട്ടിലും കൂടുതൽ തിരിയുണ്ടാവും. കാരണം നമുക്ക് ഉള്ളിലാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്കറിയാം ഉള്ളിലത്തെ വീല് നമുക്ക് കുറവ് തിരിയണം, പുറത്തെ വീല് കൂടുതൽ തിരിയണം. അവിടെയാണ് ഈ ഡിഫറൻഷ്യലിൻ്റെ ഉപയോഗം വരുന്നത്. ഈ സാധനം കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ ആകുമ്പോൾ നമ്മൾ ത്രോട്ടിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നർ വീല് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ തിരിയും. അപ്പോൾ അവിടെ ട്രാക്ഷൻ കട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നർ വീലിനെ ഒന്ന് പ്രഷറൈസ് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് അതിനെ ട്രാക്ഷൻ പിടിച്ചു നിർത്തുന്ന ഒരു സിസ്റ്റമാണ് ഇത് ബേസിക്കലി. സോ ഈ XTX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സംഭവം ഇതൊരു ലിമിറ്റഡ് സ്ട്രിപ്പ് ഡിഫറൻഷ്യലാണ്. നമുക്ക് ഫാസ്റ്റ് കോർണറിങ് ഹാൻഡ്ലിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റം. ഇത്ര മാത്രം പവർ ജനറേറ്റ് ചെയ്യുന്ന വണ്ടിയല്ലേ. സോ ഇങ്ങനത്തെ കുറച്ച് സ്മാർട്ട് തിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പവറിനെ നമുക്ക് റോട്ടിൽ അങ്ങോട്ട് പിടിച്ച് നിർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ ഈ ഹാൻഡ്ലിങ് ട്രാക്കിൽ ചെറിയതായിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ പോയത് ഫുൾ ത്രോട്ടില്ല, ഫുൾ വളവെടുക്കുന്ന എല്ലാം എടുക്കുന്നുണ്ട്. വണ്ടി ഓൺ പോയിന്റ്, എവിടേക്കും തിരിഞ്ഞു ഒന്നും പോകുന്നില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ്. ഇന്നത്തെ ഡ്രൈവ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈ സ്പീഡ് ട്രാക്കിലാണ്. നമ്മളിപ്പോൾ ഹൈ സ്പീഡ് ട്രാക്കിൽ കയറി ഓരോ സ്പീഡിൽ ഓരോ ലൈൻ മാറി ഇതിപ്പോൾ 4th ലൈനിലെത്തി. ഇതിപ്പോൾ 120ക്ക് മേളിലാണ് നമ്മൾ ഈ 4th ലൈനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ആ ബാങ്കിങ് നമുക്ക് ഏകദേശം കറക്റ്റ് കിട്ടുള്ളൂ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ എൻ്റെ റണ്ണ് നടത്തി. ഇതിപ്പോൾ അത്രയും ടോപ്പ് സ്പീഡ് ഞാൻ കയറുന്നില്ല, കാരണം ഒരു സെക്ഷൻ ഓഫ് ട്രാക്ക് നമുക്ക് സെക്ഷൻ ഓഫ് ചെയ്യുന്ന ഷൂട്ടിന് വേണ്ടിയിട്ട്
ബട്ട് ഡ്രൈവിംഗ് ദിസ് കാർ ഇസ് എ ലോട്ട് ഓഫ് ഫൺ. അത് പെട്ടെന്ന് എത്തുന്നുണ്ട്. നമുക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വണ്ടി 2 ലിറ്റർ എഞ്ചിനാണ്, 256 bhp പവർ ഉണ്ടാക്കുന്നത്, 370 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി വെരി ക്വിക്ക്. 0 to 100 5.9 seconds ആണ് ക്ലെയിം ചെയ്യുന്നത്. അത് നമുക്ക് അറ്റൈൻ ചെയ്യാനും പറ്റുന്നുണ്ട്. ഞാൻ ടോപ്പ് എൻഡ് ഇപ്പോൾ 267 ലെവൽ ലിമിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എൻ്റെ മേളിലേക്ക് കയറുന്നില്ല. വളരെ പെട്ടെന്ന് എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രാക്ക് തീർന്നു. ഇത് 4 സെക്ഷനാക്കി ട്രാക്ക് ഡിവൈഡ് ചെയ്തേക്കുക ഓരോരുത്തർക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഡ്രൈവിംഗ് ദിസ് കാർ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഹൈ സ്പീഡൊന്നും അറിയുന്നില്ല, സ്പീഡ് കയറുന്ന അറിയുന്നില്ല, വളരെ പെട്ടെന്ന് എത്തുന്നുണ്ട്. ഭയങ്കര സ്റ്റേബിളാണ് വണ്ടി. പക്ഷേ ഞാൻ നേരത്തെ ഗോൾഫ് 8 ഓടിച്ചപ്പോൾ സ്റ്റിയറിംഗ് കുറച്ചും കൂടെ ഷാർപ്പർ ഇൻ ദ സെൻസ് കുറച്ചും കൂടെ സ്റ്റിഫറായിരുന്നു. ഇത് കുറച്ച് സോഫ്റ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ഹൈ സ്പീഡ് പോകുമ്പോൾ ഭയങ്കര സെൻസിറ്റീവാണ് സ്റ്റിയറിംഗ്. നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ടിരിക്കണം. പിന്നെ അത് പ്രോഗ്രസീവ് സ്റ്റിയറിംഗ് കൂടെ ആണ്. അതായത് 1.5 ഒരു ലോക്കിൽ തന്നെ ടേണിൽ തന്നെ നമുക്ക് ലോക്ക് ടു ലോക്ക് ഏകദേശം 2 റൊട്ടേഷൻസിൽ നമുക്ക് ലോക്ക് ടു ലോക്ക് പോകാൻ പറ്റും. അപ്പോൾ അതും ഈ ചെറിയ ഹൈ സ്പീഡിൽ ഇത് ഭയങ്കര റെസ്പോൺസീവുമാണ്. നമുക്കപ്പോൾ ഹൈ സ്പീഡിൽ അത് ഭയങ്കര കെയർഫുൾ ആയിട്ടിരിക്കുന്നുണ്ട്. അതും ഇന്ന് ഇവിടെ നാട്രാക്സിൻ്റെ ഈ ഹൈ സ്പീഡ് ട്രാക്കിലൊരു കുറുനേരിയുടെ ഫാമിലി ഉണ്ട്. കുറുനേരികൾ ഇവിടെ അങ്ങോട്ടും പോകുന്നുണ്ട്. ഇന്നൊരു വണ്ടിയുമ്പോൾ തട്ടുകയും ചെയ്തു. സോ വെരി വെരി കെയർഫുൾ. അത് ഭയങ്കര ഇന്നലെ രാത്രിയാണ് അത് കണ്ടതും. ഇന്ന് രാവിലെ ഞാൻ ഇപ്പോൾ ഷൂട്ടിൻ്റെ ഇടയിൽ കണ്ടതേ പോകുന്നു. അത് എനിക്ക് കിട്ടിയേക്കുന്ന കഷ്ടത്തിലാണ് ഈ സാധനങ്ങളുള്ളത്. അതുകൊണ്ട് ഹൈ സ്പീഡിൽ പോകാനും പറ്റുന്നില്ല. സോ ഹൈ സ്പീഡ് ട്രാക്കിൽ നമുക്കിപ്പം മനസ്സിലായത് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. ഹൈ സ്പീഡിലുള്ള സ്റ്റെബിലിറ്റി, ഹൈ സ്പീഡിൽ നമുക്ക് എത്രത്തോളം സ്പീഡിൽ എത്താൻ പറ്റുന്നുണ്ട്, എത്ര മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ ഓടിച്ചപ്പോൾ 267 2 ലാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു. ഏകദേശം 11 കിലോമീറ്റർ ഉണ്ട് ഒരു ലാപ്പ്. 22 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് 267 തന്നെ ഓടിച്ചു ഞാൻ. എന്നിട്ടും വണ്ടിക്ക് ഒരു ഓവർ ഹീറ്റിംഗ് പ്രശ്നം ഉണ്ടായിരുന്നില്ല, വണ്ടിക്കൊരു ലാഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല, ബ്രേക്സിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫുൾ ത്രോട്ടിൽ വന്നിട്ട് ബ്രേക്ക് ഔട്ട് നോക്കി എവിടെയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓവർ ഹീറ്റിംഗ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അത്രയും വെയിലുള്ളൊരു ദിവസമല്ല, അതൊരു കാരണമാണ്. പക്ഷെ എന്നാലും ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ. നമ്മൾ സാധാരണ റോഡിൽ കൂടെ അല്ല ഓടിക്കുന്നത്, ഇങ്ങനത്തെ റോഡിലാണ് ഓടിക്കുന്നത്. എന്നാലും ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ. നമുക്കിനി അടുത്ത ട്രാക്കിലേക്ക് പോവാം. എന്നിട്ട് കൂടുതൽ ഞാൻ ഈ ഡ്രൈവ് ചെയ്തിട്ടുള്ള വിശേഷം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോഴാണ് വെഹിക്കിളിൻ്റെ ശരിക്കും ഡൈനാമിക്സ് നമുക്ക് മനസ്സിലാവുന്നത്. രാവിലത്തെ ഹൈ സ്പീഡ് ട്രാക്കിൽ പോയപ്പോൾ അതിന് പ്രോപ്പർ കിട്ടി. പക്ഷേ സ്ലോ ആയിട്ട് ഓടിക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം മിതമായ രീതിയിലുള്ളൊരു വാഹനം തന്നെയാണിത്. ഇറ്റ്സ് വെരി സബ്ഡ്യൂഡ്. സ്റ്റിയറിംഗ് നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഭയങ്കര ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഹെവി ആയിട്ടുള്ള സ്റ്റിയറിംഗ് അല്ല, കുറച്ചുകൂടെ ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്. അത് ഇങ്ങനത്തെ യൂസിനും കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ലൈറ്റ് സ്റ്റിയറിംഗ് കൊടുത്തിട്ടുള്ളത്, വിച്ച് ഇസ് ഗ്രേറ്റ്. അപ്പോൾ ഒരു ഡേ ടു ഡേ യൂസ്, ഒരു എവറി ഡേ കാറായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ തിങ്ക് കുറച്ച് ബയേഴ്സിന് എന്തായാലും അതൊരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോposition ആയിരിക്കും. പിന്നെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. മാനുവൽ എല്ലാത്തിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ് അവർ ആ ഗോൾഫ് ഇല്ലാത്തത് അറിയുന്നില്ല. സംതിങ് ദേ കുഡ് ഹാവ് ഡൺ ടു കീപ് ദാറ്റ്, പക്ഷെ അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതില്ല. പിന്നെ എനിക്ക് വേറൊരു ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ വന്നത് ഇതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കളിക്കും. ഇറ്റ്സ് ഗ്രേറ്റ്. പിന്നെ ഈ ബട്ടൺസൊക്കെ ഈ ബട്ടൺസ് ആയതും തന്നെ നന്നായിട്ടുണ്ട്. എഞ്ചിൻ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ലിറ്ററിൻ്റെ ടർബോ ചാർജ് TSI എഞ്ചിനാണ് വരുന്നത്. 261 ഹോഴ്സ് പവറും 370 Nm ഓഫ് ടോർക്കും, വിച്ച് ഇസ് ഗ്രേറ്റ്. ഈ പവർ മൊത്തം ഫ്രണ്ട് വീൽസിലേക്കാണ് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിളിന് ഒരു ഓട്ടോമാറ്റിക് ഉള്ളൊരു പ്രശ്നമാണ് അണ്ടർസ്റ്റിയർ. ആ അണ്ടർസ്റ്റിയർ കട്ട് ചെയ്യാനായിട്ടൊരു ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടൊരു ടെക്നോളജി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, XDS എന്ന് പറഞ്ഞിട്ട്. അത് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് പോലെ പെർഫോം ചെയ്യുന്നു, ഒരു ലിമിറ്റഡ് സ്റ്റെപ്പ് ഡിഫറൻഷ്യൽ പോലെ. സോ വാട്ട് ഇറ്റ് ബേസിക്കലി ഡസ് ഇസ്, നമ്മളിപ്പോൾ ഒരു ഹൈ സ്പീഡിൽ കോർണർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇന്നർ വീലിന് അപ്പോൾ ട്രാക്ഷൻ കട്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇന്നർ വീല് കൂടുതൽ തിരിയണം. നമുക്ക് എല്ലാവർക്കും അറിയില്ല, പുറത്തെ വീല് കൂടുതൽ തിരിയണം, ഇന്നർ വീല് കുറവ് തിരിയണം. അങ്ങനെ ഡിഫറൻഷ്യലിൻ്റെ ഉപയോഗം. അപ്പോൾ ഇന്നർ വീല് കൂടുതൽ തിരിയുമ്പോൾ ട്രാക്ഷൻ കട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടെക്നോളജി ഈ ഇന്നർ വീലിനെ ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ പോലെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പിടിച്ച് നമുക്ക് മാക്സിമം ആയിട്ടുള്ള ട്രാക്ഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് തരും. സോ വി ക്യാൻ ഗോ ഫാസ്റ്റർ ഇൻ കോർണേഴ്സ്, വിച്ച് ഇസ് ഒരു ചെറിയ സാധനമാണ്, വിച്ച് ഇസ് വെരി വെരി ഗ്രേറ്റ്. ഇതൊരു നേരത്തെ ഉണ്ടായിരുന്ന EDS ടെക്നോളജി, ESPക്കകത്ത് തന്നെ EDS ടെക്നോളജിന്ന് ഒരു അപ്ഗ്രേഡേഷനാണ് ഈ XDS എന്ന് പറഞ്ഞേക്കുന്നത്, ഈ ഒരു ഫീച്ചർ വന്നേക്കുന്നത്. ഇറ്റ്സ് ഗ്രേറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ സീറ്റ്സ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. സസ്പെൻഷനും ഞാനിപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള റോഡുകളിൽ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സസ്പെൻഷനെ കുറിച്ച് കമൻറ്റ് ചെയ്യാൻ ഒന്നും തന്നെ പറയാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് നോട്ട് ദ പ്ലേസ് ഫോർ ഇറ്റ്. എന്നാലും ഈ ടയേഴ്സിൽ, ഈ റോഡിൽ, ഇങ്ങനത്തെ റോഡിൽ ഗ്രേറ്റ്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇത് വരുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അപ്പം അറിയാം.
പിന്നെ സൺറൂഫ് വന്നേക്കുന്നത് വെച്ച് തന്നെ ഗ്രേറ്റ് നമ്മുടെ ഇന്ത്യയിൽ കോണ്ടെക്സ്റ്റിൽ വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ആക്സലറേഷൻ അത്യാവശ്യം റെസ്പോൺസീവ് ആണ്, ബ്രേക്സ് അത്യാവശ്യം നല്ല പിടുത്തമുണ്ട്. നമുക്ക് 5.9 മീറ്റേഴ്സാണ് ടേണിംഗ് റേഡിയസ് വരുന്നത്. പിന്നെ ഒരു നല്ല ഫീച്ചർ ഈ 5.9 ടേണിംഗ് റേഡിയസ് പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ലോക്ക് ടു ലോക്ക്, അതായത് സ്റ്റിയറിംഗ് ഈ റൈറ്റ് എക്സ്ട്രീം തൊട്ട് ലെഫ്റ്റ് എക്സ്ട്രീം വരെ 2 ടേൺ മതി. അത് പ്രോഗ്രസീവ് സ്റ്റിയറിംഗ് എന്നുള്ളൊരു ഫീച്ചർ വന്നതിൻ്റെ ഒരു ഗുണമാണത്, വിച്ച് ഇസ് എ ഗ്രേറ്റ് ഫീച്ചർ. നമുക്കത് അങ്ങനത്തെ ഹാർഡായിട്ടുള്ള യൂ ടേൺസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അത് ശരിക്കും നമുക്ക് അതിൻ്റെ ഉപയോഗം മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ പ്രോഗ്രസീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഹൈ സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് ഹൈവേസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഇൻപുട്ട് തന്നെ നമുക്ക് വ്യത്യാസം വരുന്നില്ല. ഒരു നീറ്റായിട്ടുള്ളൊരു ഫീച്ചർ. സോ ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് ഇനി വരുമ്പോൾ 50 to 60 lakhs ആയിരിക്കും ഏകദേശം ഐ ഫീൽ ഇതിന് പ്രൈസിങ് വരാൻ പോകുന്നത്. വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദിസ് പ്രൈസിങ്? ഐ ഫീൽ ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് പ്രൈസ്. കാരണം എനിക്ക് തോന്നുന്നേയില്ല, കാരണം അത്രമാത്രം അടിപൊളി വണ്ടിയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഗോൾഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം ഷിറോക്കോ ആണ്. ബട്ട് ഗോൾഫ് എന്നും ഭയങ്കര പ്രാന്തായിട്ടുള്ളൊരു വണ്ടിയാണ്. സോ എനിക്ക് 50 ലക്ഷം രൂപ കേൾക്കുമ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ആസ് എ വ്യൂവർ, ഇപ്പോൾ ഒരു ഓട്ടോമോട്ടീവ് എൻതൂസിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് 50 to 60 lakhs വരുമ്പോൾ എത്ര ഇത് കൂടുതലാണോ കുറവാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നാലും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ വാഹനത്തിനെ കുറിച്ച് എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പം നമ്മുടെ ഈ റിവ്യൂവും ടെസ്റ്റ് ഡ്രൈവും തീർന്നിട്ടുണ്ട്. സോ ഇതിന് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കും, ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ഒരു വാഹനത്തെക്കുറിച്ച് അറിയാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. സോ അവർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ വീഡിയോ കാണട്ടെ. അവർക്കും എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് വാസ് ഇറ്റ്. ഇതാണ് ദ ഗോൾഫ് GTI. എനിക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും തീർന്നിട്ടില്ല, അതുകൊണ്ട് സ്റ്റിൽ എനിക്ക് ഇനിയും ഡ്രൈവ് ചെയ്യണമെന്നാണ്. പക്ഷേ ഇപ്പോൾ തീർന്നു. സോ ഇനി മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്. ഞാൻ നന്ദു.